ഹായ്. അപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഇത് എൻ്റെ എ സിയുടെ റിമോട്ടാണ്. കാലപ്പഴക്കം കാരണം അടിച്ചു പോയി ഗൈസ്. അപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം, കഴിഞ്ഞ ദിവസം എനിക്കൊരു പാൻറ് എടുത്തായിരുന്നു. അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുൻപായിരുന്നു, അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് സൈസ് ചെയ്യണം. അന്ന് അവിടുത്തെ ടൈലർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ഈ നമ്മുടെ കാലിൻ്റെ താഴേക്കുള്ള ഭാഗത്തിൻ്റെ ഇറക്കം കുറച്ച് കൂടുതൽ, അതൊന്ന് കുറയ്ക്കണം. പിന്നെ പറ്റുക ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ടി വിയുടെ റിമോട്ടോ എ സിയുടെ റിമോട്ടോ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ എ സി വച്ച ശേഷം ആദ്യമായിട്ട് ഇതിങ്ങനെ മാറ്റുന്നത്. നോക്കാം അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാൻ വീഡിയോയിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ചൈത്രം എന്ന് പറഞ്ഞ കട, ഇരുമ്പലം ഭാഗത്ത്, എറണാകുളത്ത്, ഇവിടുന്ന് നമ്മളെടുത്ത, ഇവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അമ്മയുടെ ബാഗ് എടുക്കാൻ വേണ്ടി വന്നാൽ ഇങ്ങോട്ട്. എനിക്കാ ആ താഴത്തെ കാലിൻ്റെ ഇതെന്താ ഉണ്ടാക്കുന്നത്? गुजिया बनाती है मेरी माँ, दादी जी, दादिया। ഇതാണ് ഭുജിയ. दादी पढ़ना ഭുജിയ ഉണ്ടാക്കുന്നു. ഭുജിയ हाथ से बनाती है, मशीन नहीं है ये तो। ഇത് കോശ വെച്ചാൽ गोली बनाती है सबसे पहले। गोली बनाकर വീഡിയോ കാണുന്നവർ ചെയ്ത് ഹിന്ദിക്കാരൻ്റെ വീഡിയോ ആണ്. എനിക്ക് മലയാളത്തിനെ ഹിന്ദി എളുപ്പം. അതുകൊണ്ട് പാർട്ണർഷിപ്പ് വെക്കുന്ന അമ്മച്ച എന്ത് ചെയ്യണം? ഇച്ചിരൊക്കെ അറിയാം. എന്താണ് എടാ ഈ പെൺമ വന്നിട്ട് കണ്ടില്ല. എനിക്ക് ഒരു ദിവസം നാളിച്ചിട്ട് നാരങ്ങാടെ എന്താ എൻ്റെ പേര്, ഒരു സോഡ അടിച്ചാണ്. അന്ന് ഞാൻ അടിച്ചു കൊടുക്കണമെന്നില്ല. അങ്ങനെ ഒരു തണുത്ത വെള്ളം കുടിച്ചു. നമ്മൾ ആ ഉരുട്ടിയ സാധനങ്ങൾ പുറത്ത് പോയിരുന്നല്ലേ. ഇതിന്റെ ഫില്ലിങ്സ് എന്താ? ഇതെന്താ ഇവിടെ വല്ല ഹിന്ദി പടമല്ലോ കണ്ടോ? നമ്മള് പുറത്തുപോയ സമയത്ത് ഇവരെന്തോ ഹിന്ദി സിനിമ എന്തിരുന്ന് കണ്ടെന്ന് പറഞ്ഞു. നമ്മള് മറ്റേ പാറ്റിശ്ശേരിയൊക്കെ പോകുന്നവരെ ആർക്കും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴുള്ള എല്ലാവർക്കും എന്തോ ഒരു വടക്കേ ഇന്ത്യൻ ഓർമ്മകൾ അയവിറക്കേം തോന്നുന്നു. പശു അയവിറക്കണോ അല്ലെ? ഒന്നും എല്ലാരും ഹിന്ദി. ഇപ്പൊ മറ്റേ ഷാറൂഖ് ഖാന്റെ സിനിമ കാണുന്ന പോലെ ഉണ്ട്. അച്ഛൻ വിളിച്ചില്ല. അച്ഛൻ വൈകുന്നേരം ആകുമ്പോ വിളിക്കും.
ഫെസ്റ്റിവലാണ്. അതാ പറഞ്ഞ അച്ഛൻ വിളിച്ചില്ലെന്ന്. വടക്കേ ഇന്ത്യയിലെ പെൺപുലികളായിരുന്നു അല്ലേ? ഏത് വർഷമായിരുന്നു? ഞാൻ 64. എന്നെ 74 72 ആ ചേച്ചിയുടെ ഒരു കുറവ് എവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ പൂർത്തിയായി പോയി. നിങ്ങൾ രണ്ടുപേരും നേഴ്സല്ലായിരുന്നോ? ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്. എല്ലാരും ഇവിടെ ഞാനും ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അതാ വന്നിട്ടുണ്ട് എല്ലാരും കൂടെ എന്താ ഇവിടെ നിൽക്കുന്നത്? അമ്മേന്റെ പുറത്ത് ഞാൻ പോവാ. അവിടെ വെള്ളമൊന്നും ഇല്ല. ഇപ്പൊ ചാട് നിൽക്കും. എനിക്ക് തോന്നി കണ്ടിട്ടുണ്ടാവും വലിയ. ആ എനിക്ക് ചുമ്മാ അവക്കൊരു ഷോ. അങ്ങനെ ഇരുന്നപ്പോ എല്ലാവരുടെ അറ്റൻഷൻ പിടിച്ചിട്ട് അവക്കൊരു ആഗ്രഹം. ഞാൻ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നാ പിന്നെ ഇങ്ങനെ ഇരുന്ന് ആരും ശ്രദ്ധിക്കുമല്ലോ എന്നുള്ളൊരു. അമ്മച്ചി മോസിയും രണ്ടുപേരും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് അല്ലായിരുന്നോ? മോസി അത് തന്നെയല്ലായിരുന്നോ? മോസി വടക്കേ ഇന്ത്യയിൽ എവിടെയായിരുന്നു? പല പല സ്ഥലത്തായിരിക്കും അല്ലേ? വടക്കേ ഇന്ത്യയിൽ ഞാന് മമാവില്, പിന്നെ റായ്ബറി, ലക്നൗ, പെണ്ണമ്മയോടൊക്കെ റായ്ബറി ഇല്ലേ? തിന്നാൻ എന്നെ കൊണ്ടുവരുന്നത് ജോലി ചെയ്താൽ പറഞ്ഞ് പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് ഏതോ ഒരു കാട്ടിക്കൊണ്ട് ഒരു ആ പീട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ പാനിച്ചിട്ട് രണ്ട് രാത്രി ദായി അവിടെ വന്നിട്ട് 3-ാം ദിവസം എന്നെ ഒറ്റയ്ക്കാക്കി വന്ന് ആ ദായിമാര് പൈസ മേടിച്ചേച്ച് രണ്ടതായി എന്നിട്ട് പറഞ്ഞ് 15 ജീവനോട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പത്ത് കിട്ടിയിട്ട് കിട്ടാൻ മതി എന്ന് പറഞ്ഞിട്ട്. മൈദയാണോ? മൈദയിലുണ്ടാകും. പിന്നെ ഞാനിച്ചിരി ആട്ടാണ് ആശീർവാദാട്ടെ. അപ്പം അതെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. തുടക്കം AC-യുടെ റിമോട്ടിൽ നിന്നായിരുന്നെങ്കിലും അത് മാറ്റാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ പള്ളിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ടാണ് നമ്മളിത് മാറ്റേണ്ടത്. പക്ഷേ അങ്ങോട്ട് പോകാൻ കാറും കൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നാളെ സ്കൂട്ടറിന് പോകാം എന്ന് വിചാരിക്കുന്നു. പാൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഈ വരും ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ ഇടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ പാൻറ്റാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ അമ്മച്ചി, അമ്മയുടെ അമ്മ, മോസി അമ്മയുടെ അനിയത്തി, അവരുടെ ഭുജിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യൻ സ്വീറ്റാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് അമ്മയുടെ അപ്പച്ചൻ ഉള്ള സമയത്ത് അപ്പച്ചനും അമ്മച്ചിയും കൂടെ വീട്ടിൽ ഇടയ്ക്കത് കുക്ക് ചെയ്യുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു അന്നും ഇന്നും. അപ്പോൾ ശരി, നാളെ കാണാം. ബൈ.